ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യനയ കേസിൽ അറസ്റ്റിലായതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെ പാർട്ടി ഓഫീസിൽ എത്തി കരുവന്നൂർ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രതികളെ രഹസ്യമായി കണ്ടത്. ഡൽഹി മദ്യനയ കേസിന് ശേഷം ഇഡി നടപടികളിലേക്ക് പോകുന്ന ഏറ്റവും വലിയ അഴിമതി കേസ് കരുവന്നൂർ സഹകരണ അഴിമതിയാണെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ തിരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്താനാണ് മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിലെത്തിയതെന്ന് CPM വിശദീകരിച്ചു. പക്ഷേ എന്തിന്റെ പേരിലായാലും ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പിണറായിയെ പോലൊരു നേതാവ് ഇപ്പോൾ എത്തുന്നത് അസ്വാഭാവികത ഉള്ളതായി മാറി. കരുവന്നൂർ ആരോപണം നേരിടുന്ന MM വർഗീസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുൻ മന്ത്രി AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവരെയാണ് മുഖ്യമന്ത്രി കണ്ടത്. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്നാണ് മുഖ്യമന്ത്രി ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം. തൃശൂരിൽ മുഖ്യമന്ത്രിക്ക് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിലേക്ക് വരുന്ന വിവരം വെള്ളിയാഴ്ച രാവിലെ 7-നാണ് ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചത്. കരുവന്നൂർ ഇടപാടിൽ ആരോപണ വിധേയരായ നേതാക്കൾ പാർട്ടി ഓഫീസിൽ ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശവും ഇതിനൊപ്പം വന്നു. 9:30 മണിയോടെയാണ് അദ്ദേഹം എത്തിയത്. 45 മിനിറ്റ് നേരം അദ്ദേഹം പാർട്ടി ഓഫീസിൽ ചിലവഴിച്ചു. കരുവന്നൂർ കേസാണ് ED പുതിയതായി പരിഗണിക്കാൻ പോകുന്നത്. ഇലക്ഷനിടയിൽ തന്നെ ഇക്കാര്യം പൊലിപ്പിക്കാനാണ് പരിപാടി. ഗ്ലാമർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മത്സരിക്കുന്ന ജില്ലയിൽ ചുവടുറപ്പിക്കാൻ ഇതിലും വലിയൊരു മാർഗം മറ്റൊന്നുമില്ലെന്ന് BJP കരുതുന്നു. കരുവന്നൂർ ബാങ്കിലെ CPMന്റെ 25 രഹസ്യ അക്കൗണ്ടുകൾ വഴി 100 കോടിയോളം രൂപയുടെ രഹസ്യ കള്ളപ്പണ ഇടപാട് നടന്നെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 100 കോടിയും തൃശൂർ ജില്ലയിലുള്ള പാവപ്പെട്ടവരുടെ പണമാണ്. വോട്ടെടുപ്പിന് മുൻപ് കരുവന്നൂരിലെ തട്ടിപ്പ് സഖാക്കളെയെല്ലാം ED നിയമത്തിന് മുന്നിലെത്തിക്കും. സത്യത്തിന്റെ റോൾ ഭംഗിയായി അവതരിപ്പിക്കുമ്പോൾ തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി പാട്ടും പാടി ജയിക്കും. ഇതാണ് മോദിയുടെ നീക്കം. കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിക്കുന്നത് ED അല്ല, സാക്ഷാൽ നരേന്ദ്രമോദിയാണ്. സത്യം അതിന്റെ എല്ലാ നിറങ്ങളോടും കൂടി പീലി വിടർത്തി ആടണമെന്ന് വാശി പിടിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. ഇത് കേരളത്തിലെ ഇടതു സർക്കാരിന്റെ പ്രധാനമന്ത്രി നൽകുന്ന കർശന താക്കീതായിരിക്കും. കരുവന്നൂർ നൽകുന്ന പാഠത്തിൽ നിന്നും കേരളം BJP സ്ഥാനാർത്ഥികളെ മനസ്സാ വരിക്കുമെന്ന മോദിക്ക് ഉറപ്പുണ്ട്. അതാണ് മോദി ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പലവട്ടം തൃശൂരിൽ ആവർത്തിച്ചത്. പാവപ്പെട്ടവരുടെ പണം വെട്ടിയാൽ ചോദിക്കാനും പറയാനും ആളുണ്ടാകുമെന്ന് മോദി ആവർത്തിക്കുന്നു. സുരേഷ് ഗോപിയിലൂടെ അദ്ദേഹം എഴുതി ചേർക്കാൻ പോകുന്ന സ്വപ്നമായിരിക്കും ഇത്. ക്രൈസ്തവരുടെ വോട്ടുകളും സുരേഷ് ഗോപി സമാഹരിക്കുന്നുണ്ട്. കരുവന്നൂരിൽ നിന്നും വെട്ടിയ കോടികൾ ഉപയോഗിച്ച് CPM വൻതോതിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതായി ED കണ്ടെത്തി. മുൻപ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന നിലവിലെ മന്ത്രി P രാജീവ് അടക്കമുള്ളവർ വ്യാജ ലോണുകൾ നൽകാൻ സമ്മർദ്ദം ചെലുത്തിയതായി മൊഴിയുണ്ടെന്നും ED ഹൈക്കോടതിയെ അറിയിച്ചു. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സ്വകാര്യ ഹർജിയിലാണ് ED അന്വേഷണ പുരോഗതി അറിയിച്ചിരിക്കുന്നത്.